സോ ഹായ് ഓൾ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ലേണിഫൈ SLC യൂട്യൂബ് ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ SLC അറബിക്കിൽ പ്രധാനമായും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഖുത്ബ ഉണ്ടാക്കാൻ ചോദിക്കുകയാണെങ്കിൽ ക്വസ്റ്റ്യൻ ഇതേമാതിരിക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാകാം. നുഇദ്ദൽ ഖുത്ബ ഹൗല തഖാഫത്തു കേരള ബി മുസാഅദത്തിൽ നിഖാത്തിയ താലിയ. ഈ താഴെ തന്നിട്ടുള്ള പോയിന്റ് വെച്ചിട്ട് ഈ ഒരു സഖാഫത്ത് കേരളയുടെ പ്രകൃതി ഭംഗിയെക്കുറിച്ചൊരു പ്രസംഗം എഴുതാൻ ചോദിക്കുകയാണ്, അല്ല ഖുതുബ എഴുതാൻ ചോദിക്കുകയാണെങ്കിൽ അതിനുള്ള കുറച്ച് പോയിന്റ് തന്നിട്ടുണ്ട്. വിലാദത്ത് ജമീല തന്നിട്ടുണ്ട്. അങ്ങനെ കേരളത്തെ വർണ്ണിക്കുന്ന കുറച്ച് പോയിന്റ് തന്നിട്ടുണ്ട്. അത് ഉപയോഗിച്ച് നമ്മളൊരു ഖുതുബ ഉണ്ടാക്കിയാൽ 4 മാർക്കാണ് കിട്ടുക. അതിൻ്റെ ഫോർമാറ്റ് ഇതാണ്. അതിൻ്റെ ഫോർമാറ്റ്. അതിന് മുമ്പ് നുഇദ്ദൽ ഖുതുബ ഹൗല, അതായത് അന്നിൻ്റെതോ അന്ന് അല്ലെങ്കിൽ ഹൗലയോ വരാ ബിയോ അല്ലെങ്കിൽ അലയോ. ഈ രണ്ട് ഇത് ചിലപ്പോൾ ഒന്നെങ്കിൽ അന്നിൻ്റെയും ബിയുടെയും ഇടയിലായിരിക്കും, അല്ലെങ്കിൽ ഹൗലയുടെയും ബീൻ്റെ ഇടയിലായിരിക്കും, അല്ലെങ്കിൽ ഹൗലയുടെയും അലയുടെ ഇടയിലായിരിക്കും. ഈ ഒരു അന്നിൻ്റെയോ ഹൗലയുടെയോ അതേപോലെ ബീൻ്റെയും അലയുടെ ഇടയിലായിരിക്കും എന്തുണ്ടാവുക, ഇതിൻ്റെ ഹെഡിങ് ഉണ്ടാവുക. അന്നിന് പകരം ഹൗലയുടെ തന്നിട്ടുണ്ട്, പക്ഷെ അവിടെ ബിയും ഉണ്ട്. അപ്പം ഇത് സഖാഫത്ത് കേരള, ഇതാണ് ഇതിൻ്റെ ഹെഡിങ്. ടൈറ്റിലായിട്ട് നമ്മൾ നൽകേണ്ടത് ഇതാണ് ഇതിൻ്റെ ടൈറ്റിൽ. ഈ ഒരു ടൈറ്റിൽ, അതായത് സഖാഫത്ത് കേരള എന്നത് ആദ്യം ഒരു ഫ്രഷ് പേജിൽ എടുക്കാം. ശേഷം ഇവിടെയുള്ള കുറച്ച് പോയിന്റുകൾ നമ്മൾ ആഡ് ചെയ്ത് നമ്മൾ 4 മാർക്കിലെത്തി. അതിനു മുമ്പ് ഒരു ഫോർമാറ്റ് നോക്കുകയാണെങ്കിൽ ആദ്യം അയ്യുഹൽ ഹഫിലുൽ കരീം എന്ന് എഴുതാം. തുടക്കത്തിൽ തന്നെ ഒരു പേപ്പർ കിട്ടിയാൽ പേപ്പറിന്റെ തുടക്കത്തിൽ അയ്യുഹൽ ഹഫിലുൽ കരീം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു അന മസ്റൂറുൻ ജിദ്ദൻ ബി അന്ന ഉൽഖിയ അമാമക്കും ബഗ്ലൽ കലാമത്തി. അൻ എന്ന് പറഞ്ഞതിന് ശേഷം നമ്മൾ അന്നിന്റെ ഹൗലിയുടെ എഴുതുന്ന ഒരു ടോപ്പിക് കിട്ടിയില്ലേ, ഹെഡിങ്. ആ ഒരു ടോപ്പിക് ഇവിടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒന്ന് നോക്കിയോ. അയ്യുഹൽ ഹഫ്ലുൽ കരീം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു അന മസ്റൂറുൻ ജിദ്ദൻ ബി അന്ന ഉൽഖിയ അമാമക്കും ബഗ്ല കലാമത്തി അൻ. അങ്ങനെ എഴുതിയതിനു ശേഷം ഈ ക്വസ്റ്റ്യനുള്ള ഓരോരോ പോയിന്റുകളിലെ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ള നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യണമെന്ന് പറഞ്ഞ ഓരോ പോയിന്റുകളിൽ അതിൻ്റെ ഓരോ പോയിന്റും എടുത്ത് അതിൻ്റെ ഓരോ പോയിന്റുകൾ നമ്മൾ എടുക്കുക. ശേഷം ഇവിടെ എങ്ങനെ ചുട്ടി കൊടുക്കുക, ഇവിടെ എങ്ങനെ എന്നിട്ട് ഇതിന് ശേഷം ഇതിൻ്റെ ഇടയിൽ എന്ത് ചെയ്യുക, നമ്മൾ കിട്ടിയ ടോപ്പിക് ആഡ് ചെയ്ത് കൊടുക്കുക. അടുത്ത 2 വാക്ക് ചെയ്ത് അതിൻ്റെ ടോപ്പിക് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ജമീലൻ, ഈ ഒരു പോയിന്റ് സഖാഫത്ത് കേരള, പിന്നെ ഹെഡിങ് ഇട്ട ശേഷം ഇപ്പോൾ ഹെഡിങ് ഇട്ടതിന് ശേഷം അതിന് എഴുതുക ജമീലൻ എന്ന് എഴുതി കൊടുക്കാം. വക്കബീറൻ വസഗീറൻ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അറിയാവുന്ന രീതിയിൽ ഈ ഒരു മിക്കവാറും ഒരു 4-5 ലൈൻ നമ്മൾ ഇത് പൂർത്തിയാക്കി കൊടുക്കുക. ഓരോരോ ഹിന്റ് വെച്ചിട്ട് ഹിന്റ് വെക്കുക. ഈ ഒരു ഹിന്റിനൊപ്പം ഇത് ചേർത്തിട്ട് കൊടുക്കുക. അതിൻ്റെ ഇടയിൽ ഈ ഒരു ഹിന്റിനൊപ്പം തൊബിയ കേരള എന്നതിനും അതിൻ്റെ ഇടയിൽ ഈ ഒരു സഖാഫത്ത് കേരള, ഫുനൂന് ജമീൽ, ഫുനൂന് വസഗീർ, അങ്ങനെ ഒരു പാരഗ്രാഫ് മോഡലാക്കുക. ഈ പോയിന്റുകളുടെ പാരഗ്രാഫ് മോഡലാക്കിയ 4 മാർക്കിന് ചോദ്യമാണെങ്കിൽ അതിലും 3.5 മാർക്ക് ഉറപ്പുള്ള കാര്യം. 3-4 മാർക്ക്. അപ്പോൾ ഇതാണ് ഖുതുബയുടെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. ആദ്യം അയ്യുഹൽ ഹഫ്ലുൽ കരീം എന്ന് എഴുതുക. ശേഷം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു അന മസ്റൂറുൻ ജിദ്ദൻ ബി അന്ന ഉൽഖിയ അമാമക്കും ബഗ്ല കലാമത്തി അൻ എന്ന് പറഞ്ഞതിന് ശേഷം ടോപ്പിക്, നമ്മുടെ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ള ടോപ്പിക് എടുത്ത് എഴുതി കൊടുക്കുക. ക്വസ്റ്റ്യൻ ഏതാണ് ടോപ്പിക് തന്നത് ആ ടോപ്പിക് ഒന്ന് എഴുതി കൊടുക്കുക. അതിനുശേഷം അവസാന ഭാഗത്ത് ആ ഒരു ഹിന്റിൽ എന്താണോ തന്നിട്ടുള്ളത് അതെടുത്ത് എഴുതി കൊടുക്കുക. ശേഷം അതിനിടയിൽ അന അഖ്തതിമു കലാമി അൻ എന്നുണ്ട്. അതായത് ഞാൻ ഇവിടെ നിന്ന് വിട വാങ്ങുന്നു, അല്ലെ ഞാൻ ലെഫ്റ്റ് ആവുന്നു, ഈ ഒരു പ്രസംഗത്തിൽ നിന്ന് ഞാൻ ലെഫ്റ്റ് ആവുന്നതാണ്. അഖ്തതിമു കലാമി ഹുന അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു എന്ന് എഴുതിയാൽ അതിൽ 3.5 മാർക്ക്. ആദ്യം ഹെഡിങ് കണ്ടുപിടിക്കുക. അന്നിന്റെയും ഹൗലയുടെയും ഇടയിൽ നിന്ന് സഖാഫത്ത് കേരള എന്ന ഹെഡിങ് കിട്ടി. ആ ഹെഡിങ് എടുക്കുക. ശേഷം ഈ അയ്യുഹൽ ഹഫ്ലുൽ കരീം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു എന്ന് കൊടുക്കുക. അന മസ്റൂറുൻ ജിദ്ദൻ ബി അന്ന ഉൽഖിയ അമാമക്കും ബഗ്ല കലാമി അൻ എന്ന് കൊടുത്തതിന് ശേഷം ആ ഒരു സഖാഫത്ത് കേരള എന്ന് കൊടുക്കുക. ശേഷം അതിൻ്റെ ഇടയിലുള്ള ഓരോ പോയിന്റുകൾ വെച്ചിട്ട് ചൂടി എഴുതി കൊടുക്കുകയാണെങ്കിൽ പിന്നെ അവസാനം അനഖ്തതിമു കലാമി ഹുന അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞ് ഓസിയിലൂടെ 3.5 മാർക്കോ അല്ലെങ്കിൽ 3 മാർക്കോ 3.5 മാർക്കോ ഉറപ്പാണ്. 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യന് 3.5 3 മാർക്കോ കിട്ടും. അതേപോലെ അതിൻ്റെ വേറൊരു ഫോർമാറ്റാണിത്.
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം അജ്മഈൻ അമ്മാ ബഅദ് അയ്യുഹർ റഈസുൽ ഫളീലുൽ വസാദിഖൻ കരീമൻ വസ്ദിഖ എന്ന് പറഞ്ഞിട്ട് ആ ഒരു കുറച്ചുകൂടി വിശദീകരമായിട്ട് ഇത് ഏറ്റവും ബേസ് ആയിട്ടുള്ള ഒരു ഫോർമാറ്റ്, ഇത് ഏറ്റവും ലെവൽ കൂടിയ ഫോർമാറ്റ്. ഇതിൽ നമുക്ക് പഠിച്ചെടുക്കാൻ സാധിക്കുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ഈ ഒരു പാരഗ്രാഫ് വരച്ചു വെക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ് എന്ന ഈ ഒരു പാരഗ്രാഫ് പഠിച്ചു വെച്ചതിന് ശേഷം നേരെ എവിടേക്ക് വരിക? അയ്യുഹൽ അഫ്ലുൽ കരീം എന്ന് എഴുതുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അന മസ്റൂർ ജിദ്ദൻ ബി അന്ന ഉൽഖിയ അമാമകും ബഗ്ള കലാമി ഹുന ഡാഷ് ടോപ്പിക് എന്ന് എഴുതി കൊടുത്ത ശേഷം അതിൻ്റെ ഇടയിൽ ആ ഒരു ഹിന്റ് വെച്ചിട്ട് ചേർത്തിട്ട് കൊടുക്കുക. അവസാനം അനഖ്തതിമു കലാമി ഹുന അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് എഴുതി കൊടുത്താൽ അതിന്റെ മാർക്ക് അവിടെ കിട്ടും. അടുത്തതിന്റെ വേറൊരു ഫോർമാറ്റ് അയ്യുഹൽ ഹഫ്ലുൽ കരീം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അയ്യോമുൽ അന മസ്റൂറുൻ ജിദ്ദൻ അല്ലെ അൽയോമുൽ അന മസ്റൂറുൻ ജിദ്ദൻ അന ഹുസൂലു ഹാദിഹി ഫുർസത്തി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വേറൊരു ഫോർമാറ്റാണ്. ഏറ്റവും സിമ്പിൾ ആയിട്ടും ഏറ്റവും ബേസ് ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ വരുന്ന ഈ ഒരു പാരഗ്രാഫാണ്. അപ്പോൾ ഈ ഒരു പാരഗ്രാഫ്